അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല ഫീൽ ഗുഡ് സിനിമ കണ്ടു. സർവം മായ. ഓൾദോ ഇതൊരു ഫീൽ ഗുഡ് സിനിമയാണെങ്കിലും ഈ സിനിമയുടെ അവസാനം നിങ്ങളെപ്പോലെ തന്നെ ഒരു ചോദ്യം എൻ്റെ മനസ്സിലും വന്നായിരുന്നു. ഈ ഒരു സിനിമയിൽ ഡെലൂലു അഥവാ മായ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ശരിക്കുള്ള ലവർ നിവിൻ പോളി ചെയ്ത പ്രഫ എന്ന് പറയുന്ന ക്യാരക്ടർ ആണെന്നും അല്ലെന്നും ഒക്കെയായി ഒരുപാട് പല പല തിയറീസും ഡിബേറ്റുകളും ഇപ്പോൾ വരികയാണ്. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഫസ്റ്റ് ഓഫ് ഓൾ ഡെലൂലുവിന് ക്രഷ് അടിച്ച ആദ്യത്തെ ആ റിയൽ ലവറിൻ്റെ രൂപത്തെ പറ്റി ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതായത് പുള്ളി തന്നെക്കാളും പ്രായമുള്ളതാണ്, ഹിന്ദുവാണ്, താടിയുള്ള ഒരാളാണ് എന്നൊക്കെ. സോ ഈ ഒരു രൂപം സത്യത്തിൽ നിവിൻ പോളിയുടെ പ്രഭ എന്ന് പറയുന്ന കഥാപാത്രവുമായി നല്ല സിമിലറാണ്. എന്നാലും ഈ ഡെലൂലുവിനെ പ്രഭ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലെ ഞെട്ടുകയാണ്. പ്രഭയ്ക്ക് ഡെലൂലുവിനെ പറ്റി യാതൊരു കാര്യവും ആദ്യം അറിയില്ലായിരുന്നു. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഡെലൂലുവും പ്രഭയും ആദ്യമായി കാണുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. പിന്നീടാണ് ഇവർ തമ്മിൽ നല്ല കമ്പനി ആവുന്നതും കൂടുതൽ അടുക്കുന്നതും. പിന്നീട് പ്രഭയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഡെലൂലുവിൻ്റെ ശരിക്കുള്ള പേര് മായ ആണെന്നും മായനെ പറ്റി കൂടുതൽ അറിയുന്നതും. ആൻഡ് ഫൈനലി ഈ മായയുടെ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പ്രഭ മായയുടെ വീട്ടിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് മായയുടെ അമ്മയെ കണ്ടതിന് ശേഷം താനാണ് യഥാർത്ഥ കാമുകൻ എന്ന് പറയുന്നു. ഇതിലൂടെ ആ അമ്മയ്ക്കൊരു സമാധാനവും മായയുടെ ആത്മാവിനൊരു ശാന്തിയും ലഭിക്കുന്നു. ഈ ഒരു കാര്യം ലാസ്റ്റ് മായ കാറ്റിലൂടെ പ്രഭയ്ക്ക് നന്ദി പറയുന്നു. സോ ഇതാണ് കഥയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഇവിടെ പ്രഭയ്ക്കും മായയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിലും രണ്ടാൾക്കും അറിയാം അവർ തമ്മിൽ ഒന്നിക്കില്ല എന്ന്. ഇനിയാണ് ഈ സിനിമയിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യം. ഓൾദോ ഇതാണ് സിനിമയുടെ സ്റ്റോറി എങ്കിലും അഖിൽ സത്യൻ സിനിമയുടെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇന്റൻഷനലി കഥയിൽ ഡെലൂലുവിൻ്റെ കാമുകൻ പ്രഭ ആവ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നു. അതിനുദാഹരണമാണ് ഡെലൂലുവിൻ്റെ യഥാർത്ഥ കാമുകനും പ്രഭയ്ക്കും ഒരേപോലുള്ള രൂപസാദൃശ്യം നൽകിയത്. അതുമാത്രമല്ല, ഇനി ഡെലൂലുവിൻ്റെ യഥാർത്ഥ കാമുകൻ പ്രഭയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന പലതരം ഹിന്റുകളും ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഡെലൂലുവിന് തന്നെ ശരിക്കും അറിയുന്നില്ല എന്തുകൊണ്ടാണ് താൻ നിവിനുമായി ഇങ്ങനെ കണക്ട് ചെയ്ത് നടക്കുന്നതെന്ന്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നതിന് കാരണമായി എനിക്ക് തോന്നിയത്, ഈ ഡെലൂലു എന്ന് പറയുന്ന കഥാപാത്രം താനുമായി കൂടുതൽ സാമ്യതയുള്ള ഇൻസിഡൻറ്റോ കാര്യങ്ങളോ ഉള്ളവരുമായി കൂടുതൽ കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയത്. അതിന് എക്സാമ്പിളായിരിക്കാം ഈ ഡെലൂലു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ഗിറ്റാറിസ്റ്റ് ആയിരുന്നു, അതേപോലെ തന്നെയാണ് നിവിൻ പോളി. സോ ഈ ഒരു മ്യൂസിക് എന്ന് പറയുന്ന കണക്ഷൻ അവരെ നമ്മൾ ജോയിൻ ചെയ്തു. മാത്രമല്ല ഡെലൂലു മരിക്കാനും ഓർമ്മ നഷ്ടപ്പെടാനും ഉണ്ടാകുന്ന കാരണം ഒരു ആക്സിഡന്റ് ആണ്. അതുപോലെ നിവിൻ പോളിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്താണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ കൂടുതൽ ശക്തിയാവുന്നതും ഡെലൂലുവിന് തന്റെ പാസ്റ്റ് ഓർമ്മ വരുന്നതും. സോ ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ സിമിലർ ആയതുകൊണ്ടാവാം ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായത്. മാത്രമല്ല ഈ സിനിമയുമായി പല പല തിയറീസ് ഞാൻ വായിച്ചായിരുന്നു. ഒന്ന് പറയാം. ഈ നിവിൻ പോളിയുടെ അമ്മയുടെ മരണം കാരണം അദ്ദേഹത്തിന് ഒരു ട്രോമ ഉണ്ടാകുന്നു. സോ ഈ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ പ്രഭയ്ക്ക് ഉണ്ടാക്കുന്നു. ശേഷം പ്രഭ ശരിക്കുമില്ലാത്തൊരു കാര്യം, അതായത് ഡെലൂലു എന്ന് പറയുന്ന ഒരാൾ ഉള്ളതായി ഹാലൂസിനേറ്റ് ചെയ്യുകയാണ്. ഏതാണ്ട് നമ്മളെ ഫൈറ്റ് ക്ലബ് സിനിമയൊക്കെ ഉള്ള പോലെ. ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള ഡെലൂലുവും മായയും എല്ലാം പ്രഭയുടെ തോന്നലാണ്. അതാണ് അതിൻ്റെ പേര്, സർവം മായ. കൊള്ളാല്ലേ, നല്ല തിയറി ആയിരുന്നു. പക്ഷേ 100% ഈ തിയറി കറക്റ്റ് ആവണമെന്നില്ല. കാരണം കഥയിൽ തന്നെ ഒരുപാട് ഇൻസിഡൻസ് റിയൽ ആയിട്ട് നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഒരു നല്ല തിയറി ആയിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ പ്രഭയല്ല മായയുടെ ആദ്യത്തെ ലവർ, എന്നാൽ അവസാനത്തെ ലവർ പ്രഭയായിരുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും സർവം മായ കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടാൽ മാത്രമല്ലേ ഈ വീഡിയോ കാണൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും തിയറീസും ഒക്കെ പ്ലീസ് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. ബൈ.